നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അൻസിബയും അഭിഷേകും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അഭിഷേക് പറയുന്നുണ്ട് അൻസിബയുടെ അടുത്ത്, അൻസിബ ചെയ്തത് ഒട്ടും ശരിയായില്ല, ഇത് അൻസിബയ്ക്ക് ഒരുപാട് നെഗറ്റീവ് അടിക്കും പുറത്ത് എന്ന് അൻസിബയുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അഭിഷേക്. നമ്മൾ നോമിനേഷൻ പ്രക്രിയയ്ക്ക് പോകുന്ന സമയത്ത് പരസ്പരം വിട്ടുകൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വാശിയോടെ സംസാരിക്കണം, അതായിരുന്നു ടാസ്ക്. ആ ടാസ്കിൽ അൻസിബ പരാജയപ്പെട്ടു എന്ന് അഭിഷേക് പറയുന്നുണ്ട്. ഇവിടെ അൻസിബ വിട്ടുകൊടുത്തത് പുറത്ത് അൻസിബയ്ക്ക് നെഗറ്റീവ് ആവും. അവിടെ നോറ സംസാരിക്കുന്ന സമയത്ത് ഒന്നും സംസാരിക്കാതെ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവസാനം നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോറയെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ തീർന്നേനെ, നിങ്ങൾ രണ്ടുപേരും നോമിനേഷൻ വരുമായിരുന്നു, അതായിരുന്നു ഗെയിം. അതുപോലും അൻസിബ ചെയ്തില്ല. അത് പുറത്ത് അത്രയും നെഗറ്റീവ് അടിക്കും, ഇങ്ങനെ ഗെയിം കളിക്കാത്ത ഒരാളെ എന്തിനെ നിർത്തിയിരിക്കുന്നു എന്നൊരു തോന്നൽ പ്രേക്ഷകർക്കിടയിൽ വരും, അത് നെഗറ്റീവ് ആകും എന്നുള്ളത് അഭിഷേക് കൃത്യമായി അൻസിബയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഭിഷേക് പുറത്ത് ജനങ്ങളുടെ വ്യൂ പോയിന്റ് കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ സീസണുകളിൽ നീ ആയിക്കോ അല്ലെങ്കിൽ ഞാനായിക്കോ, ഞാൻ സേവ് ആയിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ചെയ്യുന്ന ആ ഒരു പരിപാടി പോലും വന്നു കഴിഞ്ഞാൽ അവിടെ കളിയാക്കലുകൾ നേരിടേണ്ടി വരുമെന്ന് അഭിഷേക് പറയുന്നുണ്ട്. ഇത് അതുപോലെ ഒന്നാണ് അൻസിബ ചെയ്തത്, വളരെയധികം തെറ്റാണ് എന്ന് അൻസിബയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അൻസിബ പറയുന്നുണ്ട്, എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ എനിക്ക് നോറയുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല, എനിക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് അൻസിബ അവിടെ പറയുന്നുണ്ട്. അൻസിബയുടെ ഫാൻസ് പറയുന്നത് നോറ പ്ലിങ് ആയി പോയി, നോറ ഇത്രയും വിചാരിച്ചില്ല, ഒരു കുറ്റം പോലും പറയാതെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബയുടെ വ്യക്തിത്വം കാണിച്ചു, ക്യാരക്ടർ കാണിച്ചു എന്നൊക്കെയാണ് അവിടെ അൻസിബ ഫാൻസ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അൻസിബ ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അൻസിബ അവിടെ വളരെ വ്യക്തമായി ആ നിലപാട് പറയണമായിരുന്നു, അല്ലെങ്കിൽ രണ്ടുപേരും നോമിനേഷനിൽ വരണമായിരുന്നു. ഒരു വാക്ക് പോലും പറയാതെ ശരി എന്ന്, ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നോമിനേഷനിൽ ഞാൻ വരാം എന്ന് പറഞ്ഞത് ഒരിക്കലും നല്ലൊരു ഗെയിമറുടെ ലക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നേയില്ല.